പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്, എത്ര പുതച്ചിട്ടും നമ്മുടെ കുളിര് മാറുന്നില്ലല്ലോ, എത്ര ഭക്ഷിച്ചിട്ടും നമ്മുടെ വിശപ്പ് കുറയുന്നില്ലല്ലോ, എത്ര പുതച്ചിട്ടും നമ്മുടെ കുളിര് മാറുന്നില്ലല്ലോ. ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ സമ്പാദ്യം, ഈ ഭൂമിയിൽ സമ്പാദ്യങ്ങൾ ശേഖരിക്കുന്നതിനേക്കാൾ സ്വർഗത്തിൽ ഈ സമ്പാദ്യം കരുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു തുക നമ്മൾ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. 10-25 വർഷം കഴിയുമ്പോൾ ഒരു പെൺകൊച്ചിനെ വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾ നമ്മളിങ്ങനെ ഒരുക്കി വെക്കുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച്, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ സ്വർഗത്തെ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഷ്ടപ്പാട് മുഴുവൻ അതിനാണ്. വചനം പറയണത് പോലെ നിങ്ങൾ വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തീരെ ചെറുപ്പത്തിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഈ ആൺകുട്ടികൾ ജിമ്മിൽ പോകുന്നതും പെൺകുട്ടികൾ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നതൊക്കെ അതിൻ്റെ അടയാളങ്ങളാണെന്ന് ബോബി ചിന്നൊരിക്കൽ ഇങ്ങനെ പറയണത് കേട്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളാവുന്നു, കുഞ്ഞുങ്ങളുടെ പഠനമാവുന്നു, അവരുടെ കാര്യങ്ങളാവുന്നു, അവരെ വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നെട്ടോട്ടം ഓടുന്നു. അത് കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞാവുന്നു, അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വയസ്സായി തുടങ്ങുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ മിക്കവാറും നമ്മൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. 2 കല്യാണങ്ങളുടെ ഇടയിൽ ഒടുങ്ങിപ്പോകുന്ന നമ്മളുടെ ജീവിതം നിങ്ങളെ നോക്കിയിട്ടാണ് കർത്താവ് പറയണത്, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരുമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് കുടുംബത്തിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് എന്നതിനേക്കാൾ കുടുംബം ഒരുമിച്ച് സ്വർഗത്തിലിരിക്കുന്നതിനെക്കുറിച്ച് വേണ്ടിയിട്ടല്ലേ. ഇതൊന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി പെടാപ്പാട് പെടുമ്പോൾ, നെട്ടോട്ടം ഓടുമ്പോൾ നമ്മളെ നോക്കിയിട്ട് നമ്മുടെ മക്കൾ പോലും പറയുന്നുണ്ട്, അപ്പൻ ബാങ്കാണ്, അമ്മ ATM ആണെന്നൊക്കെ. അതിനപ്പുറത്തേക്ക് ഇവരെ പഠിപ്പിച്ചിട്ടില്ല. ഒരു പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും മക്കളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ശരീരഭാഷ ഇതാണ്, കർത്താവേ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ. കുഞ്ഞിന് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഏതാ? പാപ്പം തരണേ, അല്ലേ? നമ്മുടെ അപ്പനെയും അമ്മയെയും കാത്തുകൊള്ളണേ, ജോലി കൊടുക്കണേ. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ മാത്രം കുരുങ്ങിക്കിടക്കാനായിട്ടുള്ള ഒരു സമയമാക്കി പ്രാർത്ഥനയെ മാറ്റിക്കളഞ്ഞത് നമ്മുടെ തെറ്റ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകാൻ വേണ്ടി. ഇവിടെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ പോലും, കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങെനിക്ക് നൽകിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ. അങ്ങനെയൊരു പ്രാർത്ഥന വേണ്ടേ? ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഇങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുന്ന വലിയ വിശിഷ്ടമായ മഹത്വമുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങണ്ടേ നമുക്ക്? കർത്താവിൻ്റെ മുൻപിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ ആയിരിക്കുന്ന കുടുംബത്തിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, വേറൊന്നും വേണ്ട ഞങ്ങൾക്ക് അങ്ങയോടൊപ്പമായിരിക്കാൻ വേണ്ട അനുഗ്രഹം മാത്രം മതി. സ്വർഗത്തിൽ ഞങ്ങൾ അങ്ങയോടൊരുമിച്ച് വാഴാനായിട്ടുള്ള കൃപ മാത്രം കിട്ടിയാൽ മതി. ഇതിൽ നിന്ന് ഒരാൾ പോലും വിട്ടുപോകാതെ, ഒരാൾ പോലും നശിച്ചു പോകാതെ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ ദൈവിക സ്നേഹത്തിൻ്റെ മുൻപിൽ ഒരാൾ പോലും നശിച്ചു പോകരുതെന്ന് ആത്മാർത്ഥമായി നെഞ്ചുതൊട്ട് പ്രാർത്ഥിക്കുന്ന ആ തിരുഹൃദയനാഥന് മുൻപിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹം സ്വീകരിക്കാം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഒപ്പം ഇരിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാതെ സ്വർഗത്തിൽ ചെന്നിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മളോടൊപ്പം ഇല്ലാത്ത മനുഷ്യര് അവിടെയും കൂടെ ഇല്ലാതെ വന്നാലുള്ള ഒരു നമ്മളിപ്പോഴും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരില്ലാതെ സ്വർഗത്തിൽ പോകേണ്ടി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിരന്തരം പ്രാർത്ഥിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. മറ്റുള്ളതൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല എൻ്റെ തമ്പുരാനെ, സ്വർഗം കിട്ടണം ഞങ്ങൾക്ക്. നിക്ഷേപങ്ങൾ സ്വർഗത്തിലായിരിക്കട്ടെ. പ്രാർത്ഥന ആ സ്വർഗത്തിന് വേണ്ടിയിട്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരൊരാളും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ എല്ലാം സ്വർഗമെന്ന സ്വപ്നത്തിന് മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായ ഉറക്കത്തിലേക്ക് പോവാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.